എല്ലാവർക്കും മിസ്റ്റർ സുബൈർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുബൈറാണേ. ഇന്നത്തെ വീഡിയോ ബാംഗ്ലൂരിലെ കാഴ്ചകളാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നടക്കുന്നുണ്ടോ തിരക്ക്? ഏകദേശം 1.5 കിലോമീറ്റർ നടന്നാൽ വന്ന്. കാരണം ബൈക്ക് ടാക്സി വിളിച്ചിട്ട് അയാൾ വരുന്ന വേഗതയും ട്രാഫിക്കിൽ നിന്ന് വരുന്ന ഗ്യാപ്പിൽ നമുക്ക് നടന്നു വരാൻ പറ്റുമായിരുന്നു. അത് കാരണം കൂടെ നടന്നത്. കാരണം അത്ര ട്രാഫിക്കാണ്. ഇപ്പോൾ ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡനിലേക്ക് പോകാനായിട്ട് ഞാൻ മെട്രോയിലേക്ക് നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. എൻട്രൻസ്, മെട്രോയിലേക്ക് പോകാനുള്ള എൻട്രൻസ്. അങ്ങനെ ബാംഗ്ലൂർ മെട്രോയിലേക്ക് കയറണം. ടിക്കറ്റ് ഇവിടുന്ന് ടിക്കറ്റ് എടുത്തിട്ട് മേലോട്ട് പോകണം. ടിക്കറ്റിന് എത്രയാണെന്ന് അറിയില്ല. ഞാൻ ഹിന്ദിയോ ഇംഗ്ലീഷാണെങ്കിൽ ബുദ്ധിമുട്ടും. ഹിന്ദി അത്യാവശ്യം കൈകാര്യം ചെയ്യാം. മെട്രോയിൽ ടോക്കനായിരുന്നു കിട്ടിയിട്ടില്ല, ATM പോലത്തെ. പക്ഷേ ഇവിടുത്തെ ഇതാണ് കേട്ടോ, മെട്രോൻ്റെ ഫീസിന് ഉള്ള കോയം തന്നിരിക്കുന്നത്. ബാഗ് ഇതിൽ ഇടണേ. ഓക്കെ, ഇതിലിങ്ങനെ വെച്ചാൽ മതി. ടോക്കൺ ഓപ്പണായി 20 രൂപ ഫീസായി. ടോക്കൺ ഇതിൽ ടച്ച് ചെയ്താൽ മതി കേട്ടോ. ഇതാണ് ടോക്കൺ. ലിഫ്റ്റിൽ പോവാം. ഒരുപാട് നടക്കേണ്ടതല്ലേ. പ്ലാറ്റ്ഫോം 1. ഇതാണ് ബാംഗ്ലൂർ മെട്രോ കേട്ടോ. വാങ്ങ് കൊടുക്കുന്ന നന്നായി കേൾക്കുന്നുണ്ട്. ಪ್ಲಾಟ್ಫಾರ್ಮ್ಗೆ ಇರುವ ಅಂತರದ ಬಗ್ಗೆ ಗಮನವಿರಲಿ. Train will arrive in Banashakari and doors will open on the left. Please mind the gap while deboarding. ഡിസ്പ്ലേ ഒന്നും വർക്കാണല്ലോ കേട്ടോ. രാഷ്ട്രീയ വിദ്യാലയ കഴിഞ്ഞു. അത്ര തന്നെ. ഇനി നേരെ പുറത്തേക്ക് ഇറങ്ങാം. മെട്രോ ഇറങ്ങി ലാൽബാഗ് ബൊട്ടാണിക്കൽ കാണാൻ തിരഞ്ഞ് നടക്കുകയാണ് കേട്ടോ. നടക്കേണ്ട ദൂരമേ ഉള്ളൂ, പക്ഷെ എവിടെയാണെന്ന് അറിയില്ല. വഴി ചോദിക്കുന്ന സമയത്ത് പറഞ്ഞു തരാൻ താല്പര്യമില്ല ആൾക്കാർക്ക്. ചോദിക്കുമ്പോൾ അവർ പറയണോ വേണ്ടയോ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ടാക്സി ഡ്രൈവർമാരോട് ഓട്ടോ ഡ്രൈവർമാരോടൊന്നും ഒരിക്കലും വഴി ചോദിക്കരുത്. ശരിയായുള്ള ദിശയല്ല അവർ കാണിച്ചു തരുന്നത്. അവർ വേറെ റൂട്ടാണ് കാണിച്ചു തരുന്നത്. അതുകൊണ്ട് ഒരിക്കലും ചോദിക്കരുത്. പിന്നെ പുറമേ ഉള്ളവർ ചോദിച്ചു പറഞ്ഞാൽ നമ്മളെപ്പോലെ തന്നെ എല്ലാവരും പുതിയതായിട്ട് ഇവിടെ വന്ന് ടൂറായിട്ട് വരുന്ന ആൾക്കാരാണ്. सबसे ज़्यादा है।
ഇതാണ് ലാൽബാഗ് ബൊട്ടാണിക്കൽ ഗാർഡൻ കേട്ടോ. ഒരു ദിവസം ഫാമിലി ആയിട്ട് കുട്ടികളെ കൂട്ടിയിട്ട് വരണം പറ്റിയ സ്ഥലം. വലിയ വലിയ മഴക്കാടുകളും വെയിലുണ്ട്, നന്നായി വേർക്കുന്ന ആളാണ് ഞാൻ. പക്ഷേ എന്തോ ഇവിടുത്തെ ക്ലൈമറ്റിന് ഞാൻ വേർക്കണില്ല കേട്ടോ. ഇല്ലെങ്കിൽ നന്നായി വേർത്ത് ഒഴുകുന്ന ആളാണ് ഞാൻ. ഈ ഭാഗത്തിരിക്കുന്നതൊക്കെ പ്രായമായ ആൾക്കാർ. ലാബ ലൈക്ക്. നടന്ന് മതിയാകുന്ന തോന്നുന്നു. ഇത് കാണുന്നുണ്ടോ ഈ സാധനം? ഈ കാണുന്ന മരമില്ലേ, ഇത് ഞാൻ എൻ്റെ വീട്ടിൽ 2 വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. 850 1000 രൂപ എന്തോ കൊടുത്താണ് 2 വാങ്ങിച്ചത്. അത് വാങ്ങിച്ച് വെച്ചിട്ട് ഇതാകണ്ടോ ഈ തൈ കണ്ടുണ്ടോ? ഈ തൈൻ്റെ അത്ര വലുപ്പത്തിൽ 2 ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ബ്രദർ എന്ത് ചെയ്ത്, അത് ഒന്നും കായ്ക്കാത്ത മരമല്ല എന്ന് പറഞ്ഞിട്ട് വെട്ടി മുറിച്ച് കളഞ്ഞു. അത്രയും ഇതായി കാണുന്ന ഈ ചെറിയ മരം കണ്ടോ, ഇതിൻ്റെ അത്രയും വലുപ്പത്തിലാണ് അത് വന്നത്. അതിനങ്ങനെ വെട്ടിച്ച് നശിപ്പിച്ച് കളഞ്ഞു. ഇതിൻ്റെ സ്പെഷ്യലായിട്ട് ഇതിനകത്ത് ഇപ്പം എന്താ ഉള്ളതെന്ന് അറിയില്ല. നിറയെ മരങ്ങളുണ്ട്, നല്ല തണുപ്പ് തരുന്ന മരങ്ങൾ. ഈ പരിസരത്തൊക്കെ താമസിക്കുന്ന ആൾക്കാർ ടൈം പാസ് ചെയ്യാനൊക്കെ വന്നിരിക്കാൻ പറ്റുന്ന സ്ഥലമാണ്. കുട്ടികളിനൊക്കെ കളിക്കാൻ പോയിട്ട് എന്ത് വെയിലുണ്ടെങ്കിലും തണുപ്പുള്ള നിറയെ മരങ്ങളുണ്ട് ഇവിടെ. അതുകൊണ്ട് മരത്തണുപ്പിൽ നന്നായിട്ട് ഇരിക്കാൻ പറ്റും. ലാൽബാഗ് പാർക്കാണ് കേട്ടോ. സമയമായി 1:30. നല്ല കൊട പോലെ വിരിഞ്ഞ് നിൽക്കുന്ന ഇഷ്ടം പോലെ മരങ്ങളുണ്ട് കേട്ടോ. ഒരു തുള്ളി വെയിൽ ഇതിനകത്ത് വരുന്നില്ല, പക്ഷെ കാറ്റില്ല. വേർത്തില്ല എന്നൊരു കാര്യം പറഞ്ഞായിരുന്നു. ഇപ്പോൾ ചെറുതായിട്ട് വേർപ്പിൻ്റെ അസുഖം വന്നു. നടക്കാനുണ്ട്, ഇഷ്ടം വരെ നടക്കാനുണ്ട്. റോസ് ഗാർഡൻ. എന്തൊരു സ്ഥലമാണ്, പരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ സ്ഥലം. നടന്നിട്ടൊന്നും ആവില്ല. നടന്ന് കാണാമെന്ന് പറഞ്ഞ് ഇതിനായിട്ട് ഒരു ദിവസം ചിലവഴിക്കാൻ വേണ്ടി വരണം. പക്ഷെ വലിയ വലിയ മരങ്ങളുണ്ട്. ഉണ്ടോ? ഒരു മരം കാണിച്ചു തരാവേ. എന്ത് വ്യത്യസ്തമായിട്ടുള്ള മരമാണെന്നറിയോ? കാണുന്നുണ്ടോ എൻ്റെ പുറകിൽ? കാണുന്നില്ല? ഒന്നും മനസ്സിലാവുന്നില്ല? ഇപ്പോൾ കാണിച്ചു തരാവേ. കണ്ടോ? അവതാർ സിനിമയിലെ ആ ശാഖകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു മരമുണ്ടല്ലോ, അതുപോലെ ഉണ്ട് ഇല്ലേ? എന്താ അത്! ഓ, ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു മരം തന്നെ കേട്ടോ. ഇതുണ്ട്, അതിൻ്റെ തൊട്ടടുത്ത് വേറെ ഒരെണ്ണം. അതിൻ്റെ ശാഖ കണ്ടോ? ഒയ്യോ,
മലയാളത്തിൽ എന്തോ എഴുതി വെച്ചിട്ടുണ്ടെന്ന് നോക്കട്ടെ. ഹബ്ബ് ബർമ്മ ഇന്ത്യ. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്. എന്നിട്ട് വൈറ്റ് സിൽക്ക് കോട്ടൺ യുവർ കൺട്രീസ്. സുഹൃത്തുക്കളെ, ഇത് കണ്ടോ, എൻ്റെ കൂടെ ഒരു ആൾ വരുന്നത് കണ്ടോ. ഇതിനെ പ്രത്യേകിച്ച് എന്താ കാണിക്കാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മൂപ്പരൊരു പാലസ്തീനിയാണ് കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പാലസ്തീൻ എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ അറിയാമല്ലോ എല്ലാവർക്കും, ന്യൂസിലായാലും എല്ലാ ചാനലായാലും സോഷ്യൽ മീഡിയ ആയാലും അതുപോലെ ടെലിഗ്രാം, ഇതിലൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് പാലസ്തീനിലും ഇസ്രായേലും തമ്മിലുള്ള ആ യുദ്ധം. അപ്പോൾ ഞാൻ പാലസ്തീനാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിയായിട്ട് കൂടുതലായിട്ട് കമ്പനി കൂടിയിട്ടോ. അപ്പോൾ പുള്ളി പാലസ്തീനാണെങ്കിലും താമസിക്കുന്ന ദോഹ ഖത്തറിലാണത്രേ. അപ്പോൾ പുള്ളി നമ്മുടെ ഇന്ത്യ വിസിറ്റ് ചെയ്യാൻ വന്നിരിക്കുകയാണ്. Nice to meet you. It's a beautiful place actually. You are from Bangalore? No, I am from Kerala. You are from Kerala. Kerala, you? Okay. I am from Kerala. I have planned to go to Kerala one day. I visit most of the places here in India. I visited Goa, Delhi. Okay. We have many families from there. Many families there. Actually, I lost more than 32% from my family there. We are lost. Like they are. Yes. We can say. We can say. Alhamdulillah. Okay. Thank you. Thank you. Nice to meet you. Nice to meet you. ഇതാണ് കേട്ടോ ഗ്ലാസ് ഹൗസ്. ഇത് കാണാനാണ് ഇത്രയും ദൂരം നടന്നു വന്നത്. എല്ലാം ഉണങ്ങി കിടക്കണം, കാണാനൊന്നുമില്ലാണ്ട് ഈ ഗ്ലാസ് ഹൗസ് മാത്രമേ ഉള്ളൂ. ഇതിനകത്ത് നിറയെ പൂക്കളെല്ലാം കൊടുത്ത് അലങ്കരിച്ചിട്ടുള്ളതായിരുന്നു. മറ്റേ ഗൂഗിൾ മാപ്പിലും ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത സമയത്ത് കാണാൻ സാധിച്ചു. പക്ഷേ ഇതിലൊന്നുമില്ല കേട്ടോ, എല്ലാം ഉണങ്ങി കിടക്കുന്നു. വെറുതെ നടക്കാം. ഇതിലെന്ത് മുള കൊണ്ട് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. മേ ബി ഇതിൽ വെള്ളം വീഴുന്ന വല്ല സംവിധാനം ഉണ്ടാവാം, അല്ലെങ്കിൽ കാറ്റത്ത് സൗണ്ടുകൾ വല്ലതും വരുന്നതായിരിക്കും. ഒന്നും ക്ലിയറായിട്ട് അറിയണില്ല. ഈ മുള വന്നിട്ട് ഈ ഫ്ലവർ ഷോ ഒക്കെ നടക്കുന്ന സമയത്ത് ഫ്ലവർ വെച്ച് പിടിപ്പിക്കാനുള്ളതാണ് കേട്ടോ. ഓഗസ്റ്റ് മാസത്തിലാണ് അത്ര ഇവിടെ ഫ്ലവർ ഷോ ഉണ്ടാവുക. ഇപ്പോൾ ഒന്നുമില്ല, ഇപ്പം എല്ലാം കഴിഞ്ഞത്ര. ലാൽബാ ബൊട്ടാണിക്കൽ ഗാർഡൻ വന്നിട്ട് എന്താ പറയുക, വന്ന് കുറച്ച് ദൂരം നടക്കെങ്കിൽ തന്നെ എന്തിനു വന്നെന്ന് തോന്നിപ്പോയിട്ടുണ്ട് കേട്ടോ. കാണാൻ രസമുണ്ടില്ല എന്നില്ല, വെറും മരങ്ങളാണ് ഏറ്റവും കൂടുതൽ. നല്ല വ്യത്യസ്തമായിട്ടുള്ള കുറേ മരങ്ങളും ബാമ്പുവും ഇതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. ഇതാ പോണു അണ്ണാകുഞ്ഞ്.
നല്ല രസമുണ്ട് കേട്ടോ ഓരോ മരങ്ങൾ. ഈ മരത്തിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. എന്താ മൗണ്ടറി സൈപ്രസ്. മൗണ്ടറി സർഫേസ് ഓർഗിയൻ കാലിഫോർണിയ. ഒരു കാര്യം, ഈ ഗാർഡനകത്ത് ഉള്ള മരങ്ങളൊക്കെ നല്ല വർഷങ്ങൾ പഴക്കമുള്ള മരമാണ് തോന്നുന്നു കേട്ടോ. നല്ല വലിയ വലിയ മരങ്ങളാണ്. ഇതെന്താണ്? അർജുന എന്താന്ന് നോക്കിയിട്ട് പോകാലോ. ഇതിനകത്ത് എന്താണ് അത്ര. ഇതുണ്ടോ? പെട്ടെന്ന് നോക്കുമ്പോൾ പുളിമരത്തിൻ്റെ തടി പോലുള്ള ഒരു ഭാഗമാണ്. ഇതിൻ്റെ പേര് പ്രൈഡ് ഓഫ് ബൊളീവിയ, ബ്രസീൽ ആൻഡ് അർജൻറ്റീന. ഇതുപോലെ പലതരം സ്ഥലങ്ങളിലുള്ള മരങ്ങളുണ്ട് ഈ ഗാർഡനകത്ത്. പാർക്കിൽ ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. വെറൈറ്റി മരങ്ങളുണ്ട്. ഇതുവരെ നമ്മൾ കാണാത്ത തരത്തിലുള്ള മരങ്ങളുണ്ട് കേട്ടോ ഇതിനകത്ത്. ഈ പാർക്കിനകത്ത് ഒന്നുമില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇതൊരു വെറും കാടല്ല. ഏകദേശം സുമാറ് രാജ്യങ്ങളിലുള്ള എല്ലാ മരങ്ങളും ഇതിനകത്തുണ്ട് കേട്ടോ. പക്ഷേ നമ്മൾ ഈ ഫ്രണ്ടിൽ കാണുന്നതല്ലേ, ഉള്ളിലോട്ട് നോക്കുന്ന സമയത്ത് ഓരോ മരങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള മരങ്ങളാണ്. നമ്മുടെ നാടുകളിലൊന്നും കാണാൻ പറ്റാത്ത മരങ്ങളാണ് കേട്ടോ. ഓരോന്നിനും അർജൻറ്റീനയും സ്പെയിനും അതുപോലെ തന്നെ പല വിദേശ രാജ്യങ്ങളിലുള്ള മരങ്ങളാണ് കേട്ടോ ഈ കാണുന്നത് കംപ്ലീറ്റും. എല്ലാത്തിലും അതിൻ്റെ പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ പെട്ടെന്ന് വായിച്ചെടുക്കാൻ കിട്ടുന്നില്ല. വായിക്കാൻ അറിയാണ്ട് വായിച്ചിട്ട് നാണം കെടുന്നതിനൂടെ വെറുതെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. ജിലേബി പെച്ചിട്ട പോലെ ഒരു ബോർഡുണ്ട്. അത് വായിക്കാൻ അറിയണവർ വായിക്കുക. വിധാന സുധ, മറ്റേ ഇവിടുത്തെ പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ കാഴ്ച കാണാനാണ് കേട്ടോ ഈ പോകുന്നത്. വിധാനസുധ വ്യത്യസ്തമായിട്ടുള്ള മെട്രോ കേട്ടോ. തുരങ്കത്തിൻ്റെ ഉള്ളിൽ കൂടെ പോലെയുണ്ട്. നല്ല തിരക്കുണ്ട് ഈ ഒരു സ്റ്റേഷനിൽ. ഇപ്പോൾ ഞാൻ വന്നതിൽ ഈ സ്റ്റേഷനിൽ ഏറ്റവും കൂടുതൽ തിരക്ക്. നല്ല തിരക്കുള്ളൊരു സ്റ്റേഷനാണ് കേട്ടോ ഈ മെട്രോ. എല്ലാവരും ക്യൂ നിന്നിട്ടാണ് കയറുന്നത് കേട്ടോ. ആരും തിരക്കണില്ല. എല്ലാവരും ക്യൂ നിന്നിട്ടാണ് കയറുന്നത്. വീഡിയോ എടുത്താൽ പിടിക്കുന്ന പറഞ്ഞു. അപ്പോൾ ഞാൻ വീഡിയോ കണ്ടു. മെട്രോ സ്റ്റേഷൻ ഇറങ്ങിയിട്ടാ. ഇതാണ് വിധന സൗദ. അവിടെ കപ്പ എന്തൊരു ഭംഗിയാണ് ആ ബിൽഡിങ് കാണാൻ നോക്കിയ. വാവ്, എൻ്റെ ഫേസും കൂടെ കണ്ട. വിധന സൗദ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. ഈ സ്ഥലത്തിൻ്റെ പേരാണോ ഈ ബിൽഡിങ്ങിൻ്റെ പേരാണോ എന്നറിയില്ല. അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. എന്തൊരു ഭംഗിയാണ് ആ കളറും ആ ബിൽഡിങ്ങിൻ്റെ വലുപ്പവും. വോ, ആടേങ്കപ്പ.
സുഹൃത്തുക്കളെ, ഈ കാണുന്ന വീഡിയോ ഉണ്ടല്ലോ, ഇപ്പോൾ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഓരോ അഭിപ്രായങ്ങൾ തോന്നാറുണ്ട്. എനിക്കും തോന്നാറുണ്ട്, അതുപോലെ നിങ്ങൾക്കും തോന്നും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന സമയത്ത് എന്താണോ നിങ്ങൾക്ക് അഭിപ്രായം തോന്നുന്നത് അത് ഈ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയാൽ നന്നായിരിക്കും കേട്ടോ. സുഹൃത്തുക്കളെ, ഈ റോഡും അതുപോലെ തന്നെ ഈ പാർലമെൻറ്റിന് മുമ്പിലുള്ള ഈ ഗാർഡനൊക്കെ നിൽക്കുന്നത് എവിടെ അറിയോ? ഈ മെട്രോ സ്റ്റേഷൻ ഉണ്ടല്ലോ, മെട്രോൻ്റെ മേലെയാണ് കേട്ടോ ഇത്. ഈ ഭൂമിക്കടിയിലാണ് മെട്രോ ഓടിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. ഇത് പാർലമെന്റ് ആണെന്നാണ് കേട്ടോ പറയുന്നത്. തെറ്റിയിട്ടുണ്ടെങ്കിൽ അറിയുന്നവർ പറയണേ. ഞാൻ ഇവിടെ ഒരാളുടെ അടുത്ത് അന്വേഷിച്ചപ്പോൾ പറഞ്ഞാൽ അയാൾ ഇത് പാർലമെന്റ് എന്ന് പറയുന്നത്. ഇതിന് ഓപ്പോസിറ്റ് ഒരു ബിൽഡിങ്ങിൻ്റെ, അതാണ് ഇത്ര സുപ്രീം കോർട്ട്. ഈ കാണുന്ന ബിൽഡിംഗ് ആണ് കേട്ടോ മെട്രോ സ്റ്റേഷനിലേക്ക് പോകാനുള്ള വഴി. അപ്പം നമ്മളിപ്പോൾ ഈ നിൽക്കുന്നത്, ഈ റോഡും ഇതെല്ലാം നിൽക്കുന്നത് വേണ്ടിട്ട് മെട്രോ സ്റ്റേഷൻ്റെ മുകളിലാണ്. അടിയിൽ കൂടെ മെട്രോ ട്രെയിൻ പാസ്സാവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കണ്ട ഈ കെട്ടിടം വിധന സൗധ എന്നാണ് അറിയപ്പെടുന്നത്. ഇത് വന്നിട്ട് ഒരു പാർലമെൻ്റ് ഒരു കെട്ടിടമാണ്. അപ്പോൾ അതിനകത്ത് കയറാൻ നമുക്ക് ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് അകത്ത് കയറി കാണാൻ പറ്റുമെന്നാണ് ഒരാൾ പറഞ്ഞത്. അപ്പം ഞാൻ ടിക്കറ്റ് എടുക്കാൻ അകത്ത് ചെന്നപ്പോൾ അറിയാൻ കഴിഞ്ഞത് വിസിറ്റേഴ്സിന്, ടൂറിസ്റ്റുകൾക്കൊന്നും ഇപ്പോൾ പെർമിഷൻ ഇല്ല. ഇപ്പോൾ ജോലിപരമായിട്ട് ഇതിനകത്ത് പോകേണ്ട ആവശ്യമുള്ളവർക്ക് മാത്രമാണ് ഇതിനുള്ളിൽ ഇപ്പോൾ പ്രവേശനമുള്ളതെന്ന് പറഞ്ഞു. അവനെ തിരിച്ച് നമ്മൾ മെട്രോയിലേക്ക് തന്നെ യാത്രയായി. ഇപ്പോൾ നമ്മൾ മെട്രോയിലേക്ക് ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്നത് ഇങ്ങനെ ഒരു കോയിനാണ് കേട്ടോ. ഇവിടുത്തെ പാർലമെൻറ്റിൻ്റെ ചിത്രം അടങ്ങിയിട്ടുള്ള ഒരു കോയിനാണ്. പക്ഷേ നമ്മുടെ കൊച്ചി മെട്രോയിൽ വന്നിട്ട് നമുക്കൊരു ടോക്കൺ എന്ന പകരം ATM വലുപ്പത്തിലുള്ള ഒരു കാർഡാണല്ലോ ലഭിക്കുക. അപ്പോൾ ഇവിടെ ടോക്കണാണ്. ഈ ടോക്കണായിട്ട് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക്. പിന്നെ ഈ വിധന സൗധ മെട്രോ സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ഭൂമിക്ക് അടിയിലാണ് കേട്ടോ. ഇപ്പം നമ്മൾ ഭൂമിക്ക് അടിയിലുള്ള മെട്രോ സ്റ്റേഷനിലേക്കാണ് വന്നിരിക്കുന്നത്. ഇപ്പം നമ്മൾ ഈ നിൽക്കുന്ന സ്റ്റേഷൻ്റെ മുകളിൽ ഇപ്പം നമ്മൾ കുറച്ച് മുൻപ് കണ്ടല്ലോ വിധന സൗധ, ആ പാർലമെൻറ്റ് മന്ദിരം. ആ മന്ദിരം വന്നിട്ട് നിൽക്കുന്ന, ആ മന്ദിരത്തിന് മുമ്പിൽ കാണുന്ന റോഡും ഗാർഡനൊക്കെ ഈ മെട്രോ സ്റ്റേഷൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ ഭൂമിക്ക് അടിയിലാണ് വന്നിരിക്കുന്നത്. എന്നുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ ഒരു മെട്രോ നിൽക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ കൽപ്പടികളെല്ലാം ഇറങ്ങി ഇവിടെ എത്തുമ്പോൾ ആ മെട്രോ പാസ്സായിട്ടോ. ഇനി ഒരുപാട് നേരം വെയിറ്റ് ചെയ്യേണ്ടി വരുമോ, കാത്തിരിക്കേണ്ടി വരുമോ ചിന്തിക്കുന്ന ഗ്യാപ്പിൻ്റെ ഉള്ളിൽ തന്നെ വേറൊരു മെട്രോ വന്നു. ഞാൻ ബാംഗ്ലൂർ വന്ന് ഇറങ്ങിയത് മുതൽ കാണാൻ തുടങ്ങിയ ഒരു വണ്ടിയാണ് കേട്ടോ അത്. ഈ പോയ ഇലക്ട്രിക് ബൈക്ക് ഈ ഭാഗത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ബൈക്കാണെന്നാണ് തോന്നുന്നത്. കാരണം നമ്മളിപ്പോൾ റോഡിൽ നടക്കാൻ തുടങ്ങിയ മിനിമം ഓരോ 5 മിനിറ്റിലും 4-5 വണ്ടിയെങ്കിലും പാസ്സാകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ഈ ബാംഗ്ലൂർ സിറ്റിയിലുള്ള ഈ തിരക്കിന് ഏറ്റവും യാത്രയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു യാത്രാ സൗകര്യം ഈ മെട്രോ തന്നെയാണ് കേട്ടോ. കാരണം ഇപ്പോൾ സ്വന്തമായിട്ട് ബൈക്കായാലും കാറായാലും ഈ ട്രാഫിക്കിന് ഇടയിലൂടെ നമ്മൾക്ക് ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താനായിട്ട് സമയം എന്തായാലും വേസ്റ്റ് ആവും. അതേസമയം ഈ മെട്രോയിലാണ് നമ്മൾ യാത്ര ചെയ്യണമെങ്കിൽ എത്രയും പെട്ടെന്ന് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് എത്തിപ്പെടാൻ സാധിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ കൊച്ചിയിലെ മെട്രോയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അടുത്ത സ്റ്റോപ്പ് ഏതാ വരുന്നത് എന്നുള്ളതും അതുപോലെ തന്നെ ഇപ്പം നിലവിൽ ഏത് സ്റ്റോപ്പ് എത്തി എന്നുള്ളതും ആ മുകളിൽ സ്ക്രീനിൽ മാപ്പ് കൊടുത്തിട്ടുണ്ട് ഈ മെട്രോയിൽ. അതിൽ ലൈറ്റ് തെളിയുമായിരുന്നു. പക്ഷേ ഇവിടുത്തെ അതിൽ വേണ്ടിയിട്ട് ലൈറ്റൊന്നും വർക്കാകുന്നില്ല.
അത് നോക്കിയിട്ട് ഈ അനൗൺസ്മെൻറ്റ് ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ നമുക്കിപ്പോൾ ഇവിടുത്തെ മെട്രോയിൽ അടുത്ത സ്റ്റേഷൻ ഏതാ വരുന്നത് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. അതേസമയം കൊച്ചി മെട്രോ എന്ന് പറയുന്ന സമയത്ത് ആ ഡോറിന് മുകളിൽ നമുക്ക് കാണാൻ സാധിക്കും ഒരു ഈ മെട്രോ പോകുന്ന റൂട്ട് മാപ്പ് കാണാൻ സാധിക്കും. അതിൽ ഓരോ റൂട്ട് സ്റ്റോപ്പുകൾ എത്തുന്ന സമയത്തും അതിൽ ഓരോ ലൈറ്റ് കത്തുന്നത് കാണാൻ സാധിക്കും. പക്ഷേ ഇവിടുത്തെ മെട്രോയിൽ ആ ലൈറ്റുകളൊന്നും വർക്കാവുന്നില്ല. മെട്രോയിൽ ഓരോ സ്റ്റേഷൻ എത്തുമ്പോൾ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചിരുന്നാൽ മാത്രമേ അടുത്ത സ്റ്റോപ്പ് ഏതാണ് വരുന്നത്, നമ്മൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പ് ഏതാണെന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ബാംഗ്ലൂരിൽ ഒരു സ്റ്റേ ചെയ്യാനായിട്ട് ലോ ബഡ്ജറ്റിൽ ഒരു റൂം ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഹോട്ടലിലേക്കാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. ഹോട്ടലിലുള്ള സൗകര്യങ്ങളെല്ലാം ഇവിടുത്തെ ജീവനക്കാരൻ എന്നെ കാണിക്കാനായിട്ട് കൂട്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ ലിഫ്റ്റിൽ കയറി. അപ്പോൾ ഇവിടെയുള്ളൊരു പയ്യൻ വന്നൊരു ഹിന്ദിക്കാരനായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ റൂം എടുത്തു കഴിഞ്ഞാൽ കയ്യിൽ ഒരു ബ്രേസ്ലെറ്റ് തരും. അതാണ് ഇത് ഇവിടുത്തെ റൂമിൻ്റെയും ഇവിടുത്തെ ലോക്കറിൻ്റെയും ചാവി കേട്ടോ. ഇതാണ് ലോക്കർ റൂം. ഇവിടെ നമ്മുടെ ആക്സസറീസ് എല്ലാം, നമ്മുടെ ബാഗും ചെരുപ്പും എല്ലാം തന്നെ ഈ ലോക്കറിനകത്ത് ലോക്ക് ചെയ്തിട്ട് വരാം. അതിൻ്റെ ചാവി എന്ന് പറയുന്നത് കയ്യിൽ കെട്ടിയിട്ടുള്ള ബ്രേസ്ലെറ്റ് ആണ് കേട്ടോ. പൂളിൽ കുളിക്കുന്ന സമയത്ത് നമ്മുടെ മൊബൈൽ സൂക്ഷിക്കാനുള്ള ലോക്കറാണ് കേട്ടോ ഈ ഫ്രണ്ടിൽ കാണുന്നത്. എല്ലാ റിലീജിയൻസിനും ഇവിടെ ഓരോ പ്രാർത്ഥനാ മുറി കാണാൻ സാധിച്ചു കേട്ടോ. മുസ്ലിംസിനുണ്ട്, ഹിന്ദുക്കൾക്കുണ്ട്, അതുപോലെ തന്നെ ക്രിസ്ത്യാനികൾക്കും ഇവിടെ പ്രാർത്ഥിക്കാനുള്ള ഒരു മുറി കാണാൻ സാധിച്ചു. പിന്നെ സ്നോക്കർ കളിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്, ജിമ്മുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. ഇതെല്ലാം നമ്മൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്ന സമയത്ത് പാക്കേജായിട്ട് നമുക്ക് ഓഫർ സഹിതം ലഭ്യമായിരുന്നു കേട്ടോ. ഇത് ഈ കാണുന്ന ബെഡ് ഉണ്ടല്ലോ, സിംഗിൾ ബെഡാണ്. അതിനൊരു TV യൂണിറ്റും ഉണ്ട്, അതുപോലെ തന്നെ ഒരു കബോർഡും ഉണ്ട്, ചെറിയൊരു കബോർഡ് നമ്മളുടെ ആക്സസറീസ് വെക്കാനായിട്ട്. അപ്പോൾ നല്ല ലോ ബഡ്ജറ്റിൽ കിട്ടുന്ന ഒരു റൂം സൗകര്യമാണ് കേട്ടോ ഇപ്പോൾ ഈ കാണിക്കുന്നത്. സുഹൃത്തുക്കളെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുബൈറാണേ.